അമ്മയ്ക്ക് പണം നൽകുന്നതും അവർക്കൊപ്പം സമയം ചെലവിടുന്നതും ഭർത്താവിനെതിരെയും വീട്ടുകാർക്കെതിരായ ഗാർഹിക പീഡന കുറ്റമായി കാണാനാവില്ലെന്ന് കോടതി. ഭർത്താവിനെതിരെയും വീട്ടുകാർക്കെതിരെയും കോടതിയെ സമീപിച്ച 43-കാരിയോടാണ് കോടതിയുടെ ഈ പ്രതികരണം. 43-കാരിയുടെ ഗാർഹിക പീഡന പരാതി കോടതി തള്ളി. മുംബൈ അഡീഷണൽ സെഷൻ ജഡ്ജ് ആശിഷ് ആയച്ചിറ്റിൻ്റെതാണ് തീരുമാനം. 2015-ലാണ് യുവതി ഭർത്താവിനെതിരെ കോടതിയെ സമീപിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റന്റ് പദവിയിൽ ജോലി ചെയ്യുകയാണ് പരാതിക്കാരി. ഭർത്തൃമാതാവിന് നിരന്തരമായി ഭർത്താവ് പണം നൽകുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്നതായും വിവാഹബന്ധത്തിൽ വിള്ളൽ വരാൻ കാരണമായെന്നും കാണിച്ചതായിരുന്നു യുവതിയുടെ ഈ ഹർജി. അമ്മായിയമ്മയുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള വിവരം വീട്ടുകാർ വിവാഹത്തിന് മുൻപ് മറച്ചുവെച്ചുവെന്നും പരാതിക്കാരി കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ പരാതിക്കാരിയുടെ ആരോപണത്തിൽ സത്യം മറച്ചുവെച്ചിരിക്കുകയാണെന്നാണ് കോടതി നിരീക്ഷിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സ്വന്തം അമ്മയെ ഭർത്താവ് സംരക്ഷിക്കുന്നത് ഭാര്യയോടുള്ള തെറ്റായ പെരുമാറ്റമായി കാണാനാവില്ല. ഇത് ഗാർഹിക പീഡനമായി കാണാനാവില്ലെന്നും കോടതി വിശദമാക്കി. തനിക്കും മക്കൾക്കും ഭർത്താവ് നഷ്ടപരിഹാരം നൽകണമെന്നും യുവതി ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. 1993-ലാണ് ദമ്പതികൾ വിവാഹിതരായത്. 2014-ലാണ് ഇവർ ബന്ധം വേർപെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് യുവതി കോടതിയെ സമീപിച്ചതും. എന്നാൽ 2 തവണ ആത്മഹത്യാശ്രമം അടക്കം നടത്തിയ ഭർത്താവിൻ്റെ മാനസിക സംഘർഷം കൂടി കണക്കിലെടുക്കുന്നതായി വിശദമാക്കിയാണ് കോടതിയുടെ ഈ തീരുമാനം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.